സർ, ഇപ്പോൾ പഴയകാല സിനിമകൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നാൽ കൂടുതൽ ഈ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളായിരുന്നു കൂടുതലായിട്ട് വന്നത്. സാറിൻ്റെ സിനിമകളും അത്തരത്തിൽ കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമകളാണ്. പക്ഷേ അത്തരം സിനിമകൾ മുമ്പത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് ആയ സിനിമകളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കഥയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ അതൊരു കൊമേഴ്ഷ്യലി സക്സസ് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതിനേക്കാളൊക്കെ കമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ നീലക്കുയിൽ തൊട്ട് ഇങ്ങോട്ടുള്ള സിനിമകൾ എടുത്താൽ അതൊക്കെ തന്നെ സക്സസ്ഫുൾ സിനിമകളായിരുന്നു. പ്രേക്ഷകന് കൊടുക്കുന്ന എന്താണ്, അവൻ അതുമായിട്ട് അങ്ങ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ. ഇപ്പോൾ പഴയ കാലത്ത് ഈ വിഷകന്യകമാരെ സൃഷ്ടിക്കാറുണ്ടായിരുന്നു രാജാക്കന്മാർ, വായിച്ചിട്ടുണ്ട്. അത് ഈ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അതിന് മുലപ്പാലിൽ ഇങ്ങനെ വിഷം ചേർത്ത് കൊടുക്കും, കുറച്ച്. അത് വളർന്ന് വലുതായിട്ടൊക്കെ വരുമ്പോൾ അതിൻ്റെ ശ്വാസം ഏൽറ്റാൽ തന്നെ ആളുകൾ മരിച്ചു വീഴുന്ന വിധത്തിൽ വിഷകന്യകമാരെ. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് മോശപ്പെട്ട സിനിമ കൊടുത്ത് അവനൊരു നല്ല സിനിമ കണ്ടാൽ അവൻ ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പ്രേക്ഷകനെ കൊണ്ടെത്തിച്ചു. അതാണ് തകരാറ്. അപ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകണം. ലോകത്തെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മാത്രം മാറാതിരിക്കുന്നു. ഇപ്പോൾ ഒരു കാലത്ത് മലയാള സിനിമ ഏറ്റവും നല്ല സിനിമകളായി നമ്മൾ ലോകത്തിൻ്റെ മുമ്പ് കാണിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട സിനിമകളായി കാണിക്കുന്നതും മലയാള സിനിമയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിൽ തമിഴ്നാട്ടിലൊക്കെ വളരെ നല്ല സിനിമകൾ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകൾ ഉണ്ടാകാറുണ്ട്. അത് സക്സസ് ആകുന്നുണ്ട്, ആളുകൾക്ക് പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ പ്രേക്ഷകൻ സ്വീകരിക്കണമെങ്കിൽ അവന് ചില പ്രത്യേക ചേരുവകൾ ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുന്ന തലത്തിലേക്ക് സിനിമ അതപ്പതിച്ചു. അവിടെയാണ് കുഴപ്പം. ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി നല്ല സംവിധായകരുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ അവർ പലപ്പോഴും ഇത്തരം കൊമേഴ്ഷ്യലായ സിനിമകൾ എടുക്കുന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം. പക്ഷേ സാറിൻ്റെ ഇപ്പം ഫസ്റ്റ് പടം ഇപ്പോൾ ഈ പടം വരെ ഒരേ ട്രാക്കെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു സീരിയസ്, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ സീരിയസ് ഇഷ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പടങ്ങളായിരുന്നു. അപ്പോൾ സാറിന് അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റി എങ്ങനെ, അത് സാറിൻ്റെ ഒരു അങ്ങനെ ഭീമമായിട്ട് ഞാൻ നിർമ്മാതാവായിട്ട് എടുത്തിട്ടുള്ള സിനിമകളൊക്കെ സക്സസ്ഫുൾ സിനിമകളായിരുന്നു. പക്ഷേ അങ്ങനെ കൗരവറായിരുന്നാലും അമ്മയാണ് സത്യമായിരുന്നാലും പ്രണയവർണ്ണങ്ങളൊക്കെ തന്നെ സക്സസ്ഫുൾ സിനിമകളായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഉണ്ടാക്കിയ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ നമ്മൾ ഉണ്ടാക്കിയ സിനിമകളൊക്കെ സാമ്പത്തികമായി നഷ്ടമുണ്ടായിട്ടുണ്ട്. പക്ഷേ നഷ്ടത്തിനപ്പുറത്തേക്ക് കാലത്തിന് ഓടൊപ്പം എത്ര കാലം കഴിഞ്ഞാലും ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ കഴിയുന്ന സിനിമകൾ ഉണ്ടാക്കി എന്നുള്ള ഒരു വലിയ ചരിതാർത്ഥ്യം. കാരണം ഇപ്പോഴും കാറ്റും വിളിച്ചപ്പോഴും നോട്ടും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആളുകൾ ഇപ്പോഴും ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു സർവേയിൽ അവർ കാറ്റും വിളിച്ചപ്പോഴിനെ കുറിച്ച് പഠിക്കാനായിട്ട് വന്നിരുന്നു. അവരതിനെക്കുറിച്ചൊരു തീസിസ് ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ സാമ്പത്തിക നഷ്ടത്തിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അതൊക്കെ വളരെ ചരിതാർത്ഥ്യജനകമായിട്ടുള്ള കാര്യങ്ങളുമാണ്. സാർ, ശരിക്കും ഈ സിനിമ, സാർ മുമ്പ് അഡ്വക്കേറ്റ് ആയിരുന്നതിന് മുന്നേ തന്നെ എഴുത്തുകാരനാണെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടുന്നത്, ഇപ്പോൾ എല്ലാ എഴുത്തുകാരും സിനിമയിലേക്ക് വരുന്നില്ല. സാർ ഇപ്പോൾ ഒരു എഴുത്തുകാരനായിട്ടും അല്ല വന്നത്, പ്രൊഡ്യൂസറായിട്ടാണ് സിനിമാ രംഗത്ത് വന്നത്. അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അല്ല, ഞാൻ എഴുതിയ സിനിമ ശരിക്കും ഞാൻ ഒരു സംവിധായകനാകുക എന്നുള്ള ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു വിഷയമായിരുന്നു. ഒരു ചെറുപ്പക്കാരന് വേണ്ടി എഴുതിയൊരു കഥയാണത്. കാരണം അയാൾക്കൊരു സിനിമ ചെയ്യാൻ വേണ്ടി അപ്പോൾ അയാൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തെന്നാൽ പിന്നെ അയാൾക്കൊരു സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി ഞാൻ എഴുതിയ സിനിമയാണ്. പക്ഷേ അയാൾക്ക് ആ എഴുത്ത് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വേറെ ഒരാളിനെ കൊണ്ട് എഴുതിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലത് ഇയാൾ മാറുക, ഞാനിത് നോക്കട്ടെ എന്ത് ചെയ്യണം. അപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഒക്കെ പറയുകയും അവരൊക്കെ വായിച്ചു ഈ സ്ക്രിപ്റ്റ്. ഇപ്പോൾ KP കുമാരൻ വായിച്ചു, TV ചന്ദ്രൻ, പിന്നെ KG ജോർജ്, ഈ 3 പേരും വായിച്ച് അവർ 3 പേരും എന്നോട് പറഞ്ഞ് ഈ പടം ശശി തന്നെ ചെയ്യും. എന്നിട്ടും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ലോഹിദാസിനെ സ്ക്രിപ്റ്റ് വായിച്ചു. അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തന്നൊരു ധൈര്യം, ഒരുപക്ഷെ ആ ഒരു ധൈര്യമാണ് ഈ സിനിമ. കാരണം അതുവരെ നമ്മൾ ഈ ക്യാമറയിൽ കൂടെ നോക്കാത്ത, പക്ഷേ സിനിമ എന്തായിരിക്കണം എന്നുള്ളൊരു ധാരണയിൽ അതിൻ്റെ സാങ്കേതികമായ ഒന്നും പഠിക്കാതെ, ആർക്കും ശിക്ഷപ്പെടാതെ, അസിസ്റ്റൻ്റായിട്ട് നിൽക്കാതെ സ്വയം ചെയ്ത സിനിമയാണ്. പക്ഷെ അത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കുകയും ഒരുപാട് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്ത് അപ്പോൾ ഒരു ഊർജം കിട്ടി. എന്നാൽ പിന്നെ ഇത് നോക്കിക്കളയാം, അങ്ങനെ ചെയ്ത സിനിമയാണ്.
ഓക്കെ, അതിപ്പോൾ കാറ്റ് വന്ന് വിളിച്ചപ്പോൾ അതിന് മുന്നേ സാർ ഇപ്പോൾ കൗരവർ പ്രൊഡ്യൂസ് ചെയ്തു, അമ്മയാണ് സത്യം ചെയ്തു, പ്രണയവർണ്ണങ്ങൾ ചെയ്തു. ഈ 3 പടങ്ങളും എനിക്ക് തോന്നുന്നു പ്രണയവർണ്ണങ്ങളൊക്കെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള പടങ്ങളാണ്. ആ പാട്ടുകളൊക്കെ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഈ 3 പടങ്ങളുടെ കളർഫുൾനെസ് മാറ്റുന്ന തരത്തിലുള്ള പടങ്ങളാണ് ഈ ഞാൻ ആ സെൻസിലല്ല ഉദ്ദേശിച്ചത്, ഒരു സ്ലോ ആയിട്ടുള്ള പടങ്ങൾ എന്ന് പറയാം. അതെന്താണ് സാർ നിർമ്മിച്ച പടങ്ങൾ ഇത്രയും കളർഫുൾ ആയിട്ടുള്ളതും സാറിന്റെ ഈ അപ്പൊ സാറിന്റെ മനസ്സിൽ വളരെ നല്ല ചോദ്യമാണ്. കാരണം ആ നിർമ്മിച്ച ചിത്രങ്ങളൊക്കെ തന്നെ ലാഭമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ചിന്തയിൽ മാത്രം നിർമ്മിച്ച ചിത്രങ്ങളാണ്. പക്ഷേ ജീവിതത്തിൽ അത്രയും വലിയ കളറില്ല എന്ന് മനസ്സിലായി. ഓരോ കാലം കഴിയും തോറും നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർഫുൾ അല്ല. നമുക്കുള്ളതുപോലെ നമ്മുടെ ജനങ്ങൾക്കല്ല, നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്കുള്ള ദുഃഖവും വേദനയും ഒക്കെ വളരെ ആഴത്തിലുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ വർണ്ണശബളമായ ലോകത്ത് നിന്ന് മാത്രം ചിരിക്കാതെ നമ്മളതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വളരെ ഇരുണ്ട ജീവിതമാണ്. സമൂഹത്തിൽ അങ്ങനെയൊരു ജീവിതം കൂടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് മാത്രമല്ല, ഇപ്പോൾ ചിരിയും കണ്ണീരുമാണ് ജീവിതം. അപ്പോൾ നമ്മൾ ചിരി മാത്രമല്ല കണ്ണീരും കൂടി കലർന്നതാണ് ജീവിതം എന്നുള്ള തിരിച്ചറിവാണ്. അതുപോലെ വേറൊരു കാര്യം, ഈ സാർ നിർമ്മിച്ചിട്ടുള്ള പടങ്ങളിലെല്ലാം വളരെ നല്ല പാട്ടുകളാണ്. ഇപ്പോഴും നമ്മൾ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ വളരെ ആസ്വദിക്കുന്ന പാട്ടുകളാണ്. അതേപോലെ തന്നെ സാറ് ഡയറക്റ്റ് ചെയ്ത പടങ്ങളിലുണ്ട്. പക്ഷേ സാർ ഡയറക്റ്റ് ചെയ്ത പടങ്ങളിലെല്ലാം തന്നെ പാട്ടുകളുടെ പേരിൽ ഒരു ടോക്ക് വന്നിട്ടുണ്ട്. അത് എന്താണ് സാർ അങ്ങനെ ഒരു അത് അല്ല, ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത് അത് ഒരു പുതിയ, ഞാൻ ആദ്യമായിട്ട് സിനിമ സംവിധാനം ചെയ്യാനായിട്ട് പോയപ്പോൾ പല ആളുകൾക്കും അതിനകത്ത് അഭിനയിക്കാൻ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയ ആളുകളെ വെച്ച് പരീക്ഷിച്ചത്. എൻ്റെ സൂപ്പർ ഹിറ്റ് പാട്ടുകളെല്ലാം അഭിനയിച്ചിരിക്കുന്നത് പുതിയ ആളുകളാണ്. ആ പാട്ടിലൂടെയാണ് അവർ ആളുകളുടെ ഇടയിൽ പോപ്പുലറായിട്ടുള്ളത്. ഇപ്പോൾ കാറ്റുവന്ന് വിളിച്ചപ്പോൾ ചിപ്പി അന്ന് മലയാള സിനിമയിൽ നിന്ന് മാറി നിന്ന് കന്നഡ സിനിമയെ അഭിനയിച്ചിട്ട് അവസാനം അഭിനയിച്ച സിനിമയാണ്. പക്ഷേ ചിപ്പിയോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ അന്നുവരെ സീരിയലിൽ മാത്രം അഭിനയിച്ചു. ആ ഒറ്റ ചിത്രത്തിലൂടെയാണ് കൃഷ്ണകുമാർ വളരെ പോപ്പുലറായത്. സൂപ്പർ ഹിറ്റ് പാട്ട്. അതുപോലെ തന്നെയാണ് അതിനകത്തുള്ള പൂമകൾ വാഴുന്ന MG ശ്രീകുമാർ പാടിയിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണത്. 10 പാട്ടുകളിലൊന്നാണ്. അതിലും അഭിനയിച്ചത് കൃഷ്ണകുമാറും ചിപ്പി. നോട്ടത്തിലെ വളരെ പ്രശസ്തമായ പച്ചപ്പനന്തത്തയിൽ അഭിനയിച്ചത് സമൃദ്ധിയുടെ 2ാമത്തെ സിനിമയും ആ പയ്യൻ്റെ അജി എന്ന് പറയുന്ന പയ്യൻ്റെ ആദ്യത്തെ സിനിമയാണ്. അങ്ങനെ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇടുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ആണ് നമ്മൾ ബോധപൂർവമായിട്ട് അത്തരം പാട്ടുകൾ തന്നെ തിരഞ്ഞെടുത്തത്. അതൊക്കെ എൻ്റെ തിരഞ്ഞെടുപ്പെല്ലാം വളരെ സാർത്ഥകമായിരുന്നു എന്നും കാലം തെളിയിക്കുകയും ചെയ്തു.